നെല്ല് ചാക്കിലാക്കി 2 മാസം പിന്നിട്ടിട്ടും നെല്ല് സംഭരിക്കാൻ സർക്കാർ നടപടിയെടുക്കാത്തതിൽ കർഷകർ ദുരിതത്തിൽ. മങ്കര പഞ്ചായത്തിലെ നിരവധി കർഷകരാണ് ഇതുമൂലം ദുരിതത്തിലായത്. കൊയ്തെടുത്ത നെല്ല് ഉണക്കി ചാക്കിലാക്കി സംഭരിച്ച 2 മാസം കഴിഞ്ഞെങ്കിലും ഇവ സംഭരിക്കാൻ ഒരു നടപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. മങ്കര കാരങ്കോട് പാടശേഖരത്തിൽ തന്നെ 50 ടൺ നെല്ല് ചാക്കിൽ കെട്ടിക്കിടപ്പാണ്. സർക്കാർ നടപടി ഉണ്ടാക്കാത്തതിനാൽ 50% കർഷകരും നെല്ല് ഓപ്പൺ മാർക്കറ്റിൽ തുച്ഛമായ വിലയ്ക്ക് നൽകുകയും ചെയ്തതായി കാരങ്കോട് പാടശേഖര സമിതി ഭാരവാഹികളായ KP ചാമുണ്ണി, K സുദേശ് എന്നിവർ പറഞ്ഞു. ഓപ്പൺ മാർക്കറ്റിൽ കിലോവിന് 18 മുതൽ 21 രൂപ വരെയാണ് നെല്ലിന് വില നൽകുന്നത്. മാങ്കുറിശി കാരങ്കോട് പാടശേഖരത്തിൽ സുദേശിന്റെ 200 ചാക്കും KP ചാമുണ്ണിയുടെ 100 ചാക്ക് നെല്ലും വീടിന് പുറത്ത് കെട്ടിക്കിടപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കർഷകരെ വലയ്ക്കുന്നുണ്ട്. നെല്ല് സംഭരിക്കാൻ മില്ലുകൾക്ക് അനുമതി ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. നെല്ല് സംഭരിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് സ്വകാര്യ മില്ലുകാരെ സഹായിക്കാനാണെന്ന് കർഷകർ ആരോപിക്കുന്നു. ഒരേക്കർ കൃഷി ഇറക്കാൻ 3000-ഓളം രൂപ ചെലവ് വരുന്നുണ്ട്. മിക്ക കർഷകരും കടക്കെണിയിലാണ്. നെല്ല് സംഭരിക്കാൻ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. വലിയ തരത്തിലുള്ള പ്രോത്സാഹനവും മറ്റൊക്കെ നൽകുമെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ അനുഭവങ്ങൾ നോക്കുമ്പോൾ ഇതുവരേക്കായിട്ട് ഫെബ്രുവരി മാസത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള നെല്ലാണ് ഈ കാണുന്നത്. ഇതുവരേക്ക് ഒരു പാടശേഖരത്തിൻ്റെയും ഇതുവരേക്കായിട്ട് ഒരു മണി നെല്ല് പോലും എടുത്തിട്ടില്ല. ഇത് കാത്തു വെച്ച് ഇത് എടുത്തു കഴിഞ്ഞാലോ സ്ഥിതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസേൻ്റെ 1 മാസം മുമ്പാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇനി ഇതുവരെയായിട്ട് ഫെബ്രുവരി തയ്യാറാക്കി വെച്ചിട്ട് ഇതുവരെയായിട്ട് ഇത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. സപ്ലൈകോയിൽ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നു ഇന്ന മാതിരിയാണ്, ഞങ്ങൾക്ക് ഒരു ബില്ലുകാരും ഒപ്പിട്ട് ശരിയായിട്ട് തരില്ല. അവർ പറഞ്ഞു പരസ്പരം വഴി പറഞ്ഞുകൊണ്ട് കേരളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടിയിട്ട് വേണം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൃഷിക്കാരനെ സംബന്ധിച്ച് ഇനി ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ പകുതിയിലേറെ ആൾക്കാർ കൃഷി ചെയ്തിട്ടില്ല. ആ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സ്ഥിതിയാണ് ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ആവുന്ന വിധത്തിൽ സർക്കാർ ഇതിനൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം. കൃഷിക്കാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഞാൻ പാടശേഖര സമിതിയുടെ പ്രസിഡന്റാണ്. എല്ലാവരുടെയും സ്ഥിതി ഈ കാരങ്കോട് പാടശേഖര സമിതിയല്ല, മങ്കര പഞ്ചായത്തിൽ എല്ലാ ഭാഗത്തുള്ള സ്ഥിതി ഇതാണ്. അതുകൊണ്ട് പരിഹാരം വേണമെന്നാണ് അപേക്ഷിക്കുന്നത്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.